കഴിഞ്ഞ വർഷം ഒരുപാട് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു ഈ പൊങ്കാലയിടുന്ന ഇഷ്ടികയുടെ കോർപ്പറേഷൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇത്തവണ എങ്ങനെയാണ് അത് കോർപ്പറേഷൻ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അല്ലേ, എത്ര വിമർശിച്ചാലും അതിലൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന എന്തൊരു വസ്തുവും അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ. അത് ആക്റ്റീവ് പറയുന്നത് തന്നെയാണ്. അതിനകത്ത് വിമർശിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യം, നമ്മൾ പൊതുവേ കാണുന്നത് കാലാകാലങ്ങളിലായി പൊങ്കാല ഇട്ടതിന് ശേഷം വരുന്ന കല്ലുകൾ ചില ആളുകൾ ഇവിടെ നിന്ന് ബിസിനസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ഉദ്ദേശം എന്താ? ഇത്തരം വരുന്ന കാര്യങ്ങൾ അത് ശേഖരിക്കുകയും കഴിഞ്ഞ തവണ ഏതാണ്ട് 20 ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നവർക്കാണ് 8000 കല്ല് വീതം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ പൊട്ടിപ്പോയ കല്ലുകൾ ഒഴികെ എല്ലാവരും ഫലപ്രദമായ കല്ല് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ചില ആളുകൾക്ക് സൗജന്യമായി തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്രയും മഹത്തരമായ ഒരു കാഴ്ചയുടെ അടിസ്ഥാനം, ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം നഗരസഭ ചെയ്യുന്നത് എന്ന് ഭക്തജനങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമുണ്ട്. ഇത്തവണയും നമ്മൾ ആ കളക്ഷന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെയും തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. അവർ കളക്ട് ചെയ്യുന്നത് നമ്മൾ വിവിധ കേന്ദ്രങ്ങളിലായി ആദ്യഘട്ടത്തിൽ മാറ്റിയതിനു ശേഷം അപേക്ഷ ക്ഷണിച്ച് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ നേതൃത്വത്തിൽ നടക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.